തിരിച്ചു വന്നു. ഇപ്പോൾ തിരിച്ചു വന്നു. തീർച്ചയായിട്ടും നല്ലൊരു സിനിമയാണ്. അത് എനിക്കൊന്ന് ലാലേട്ടൻ്റെ ഒരു പഴയ ഒരു ടച്ചൊക്കെ ഫീൽ ചെയ്തു. അതായത് ഒരു നമ്പൂതിരി ആ ഒരു സംഭവം വന്നപ്പോൾ ലാലേട്ടൻ്റെ പഴയ ഒരു ഫീൽ അങ്ങനത്തെ ഒരു സാധനം വന്നു. പണ്ടത്തെ പടങ്ങളില്ലേ മറ്റേ പ്രേമത്തിലെ ചിരിയൊക്കെ ഇണ്ണൻ അടിപൊളിയായിട്ട് അല്ല ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുകയാണ് ഇങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങണമെന്നുള്ളത്. അത് എന്തായാലും കുടുംബമായിട്ട് കാണാൻ പറ്റിയ നല്ല പടമാണ്. തുടക്കം തൊട്ട് അവസാനം വരെ നല്ല ചിരിയാണ്. അതിനിടയ്ക്ക് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ചില മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ചിരിക്കാനുണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, എല്ലാം കൂടി കൂടിയതാണ്. നല്ല സോങ്സും ഉണ്ട്. പെർഫെക്റ്റ് ഒരു മൂവിയാണ്. നല്ലതാണ്. ലൈക്ക് ആസ് യൂഷ്വൽ സത്യനന്ദിക്കാടിൻ്റെ സിനിമകൾ പോലുള്ള സിനിമകൾ തന്നെയാണ്. ഓഫ് കോഴ്സ് അതാണ് മെയിനായിട്ട്. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായി എത്തുന്ന സർവ്വമായ അതേ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ക്രൗഡ് നിവിൻ പോളിയെ കാണാനുള്ളതാണ്. നിവിൻ പോളിയുടെ കംബാക്ക് ആണോ അതോ ഇനി ക്രിസ്മസും ന്യൂ ഇയറും സർവ്വം നിവിൻ മയമാണോ എന്ന് നമുക്ക് ചോദിച്ചു വരാം. കാണാം പ്രേക്ഷക പ്രതികരണം. ആസ് യൂഷ്വൽ സത്യനന്ദിക്കാടിൻ്റെ സിനിമകൾ പോലുള്ള സിനിമകൾ തന്നെയാണ്. ഓഫ് കോഴ്സ് അതാണ് മെയിനായിട്ട്. നമുക്ക് ആ ഫീൽ ഗുഡ് വൈബ് കിട്ടുന്നതാണ് മെയിൻ. ലൈക്ക് പാച്ചൊക്കെ പോലെ തന്നെയാണ്, സെയിം വൈബിൽ. പിന്നെ ടിപ്പിക്കൽ ഒരു ഗോസ്റ്റ് മൂവി അല്ലാതെ ലൈക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ല, വർക്കായിട്ടുണ്ട്. അത്യാവശ്യം നല്ല കോമ്പിനേഷൻ. ഫസ്റ്റ് ഹാഫിലുള്ള അങ്ങനെ ലൈക്ക് സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി നിവിൻ പോളിനെ ബേസ് ചെയ്തിട്ടാണ്. കുഴപ്പമില്ല, നല്ല ഓഫ് കോഴ്സ് കമ്പാരിറ്റീവ് ടു അതർ മൂവീസ് ഇറ്റ് ഇസ് ഗുഡ്. പഴയ അത് നേരത്തെ ഒരു പ്രൂവ് ചെയ്താണല്ലോ. നല്ലൊരു പടമാണ്, നല്ല സ്ക്രിപ്റ്റാണ്, നല്ല രീതിയിൽ എല്ലാ ക്യാരക്ടേഴ്സും വർക്ക് ചെയ്തിട്ടുണ്ട്. റിയ ഷിബു ആണെങ്കിലും ഇപ്പോൾ നിവിൻ്റെ ആണെങ്കിലും അജുവിൻ്റെ ആണെങ്കിലും എല്ലാ രീതിയിൽ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അപ്പോൾ മസ്റ്റ് വാച്ച് ആണ്. നിവിൻ്റെ കംബാക്ക് തന്നെയാണ്. കാരണം ആ പഴയ ഒരു ചാമിങ് സംഭവം, കോമഡിയൊക്കെ നല്ല ഫണ്ണായിട്ട് ലൈറ്റാണ്, പക്ഷേ കോമഡിയാണ്. അങ്ങനെ രീതിയിൽ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അല്ല ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുകയാണ് ഇങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങണമെന്നുള്ളത്. അത് എന്തായാലും കുടുംബമായിട്ട് കാണാൻ പറ്റിയ നല്ല പടമാണ്. തുടക്കം തൊട്ട് അവസാനം വരെ നല്ല ചിരിയാണ്. അതിനിടയ്ക്ക് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ചില മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. നല്ല സിനിമ, നല്ല ഒരു ചെറിയൊരു ഹൊറർ പടമാണ്. നല്ല ഒരുപാട് ആളുകൾ എന്താ പറയുക ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല ചിരിയാണ്, തിയേറ്റർ ഫുള്ള് ചിരിയായിരുന്നു. അടിപൊളിയുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. എല്ലാ എന്താ പറയുക ടൈപ്പിലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന പടം. തിയേറ്റർ അടിപൊളി പടം എന്ന് പറയുന്നത് നല്ലൊരു കോമഡി, നല്ല സ്റ്റോറിയാണ്. കരയാനും കുറച്ച് പേടിക്കാനുള്ളൊരു മൂവിയാണ്. പിന്നെ ഇനി വിഞ്ചന ചേട്ടൻ്റെ കോമ്പിനേഷൻ അറിയാല, ഒരു ഫൺ എലമെൻ്റാണ് അവർ രണ്ടുപേരുള്ളത്. ഒരു പക്ക കെമിസ്ട്രി. പിന്നെ ഷുവറായിട്ടും പറയാം. ഞാൻ ആ ഒരു പഴയൊരു ഇതുണ്ടല്ലോ ചിരി, ആ ഒരു പഴയൊരു സ്റ്റൈല് അത് തിരിച്ചു വന്നിട്ടുണ്ട്.